പരിശീലന പറക്കലിനിടെ കാണാതായ യുവാവിന്റെയും പരിശീലകന്റെയും തിരോധാനത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും ദുരൂഹതകൾ ഒഴിയുന്നില്ല. സംഭവത്തിൽ ദുരൂഹത നീക്കാൻ മുതിർന്ന സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങിയ അന്വേഷണ സംഘം വീണ്ടും ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിലെത്തി. 3ാമത്തെ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥരാണ് മനിലയിലെത്തുന്നത്. റഡാറിൽ നിന്നാണ് വിമാനം അപ്രത്യക്ഷമാകുന്നത്. ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ നട്ടം തിരിയുകയാണ് അധികൃതർ. ഏവിയേഷൻ പരിശീലനത്തിനായി സഹോദരനൊപ്പം മനിലയിൽ എത്തിയതായിരുന്നു സൗദി യുവാവായ അബ്ദുള്ള അൽ ഷരീഫ്. 2019 മെയ് 17 പരിശീലനത്തിന്റെ ഭാഗമായി ഫിലിപ്പീൻസ് ദ്വീപായ ഓക്സിഡന്റൽ മിനോറയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇരുവരും. എന്നാൽ അവർ തിരിച്ചു വന്നതുമില്ല, എന്ത് പറ്റിയെന്ന് കണ്ടെത്താനുമായില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി സൗദിയിൽ നിന്നുള്ള ആദ്യ സംഘം മനിലയിലെത്തിയിരുന്നു. എന്നാൽ കാര്യമായ ഒരു വിവരവും കിട്ടിയില്ല. ഈ വർഷാദ്യത്തിൽ ഫിലിപ്പീൻസിലേക്ക് 2ാമത്തെ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി. എന്നാൽ അവർക്കും യാതൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അവരും മടങ്ങി. 3ാമത്തെ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ ദിശ, വേഗത, റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ സമയം എന്നീ വിവരങ്ങൾ കണക്കിലെടുത്ത് ശാസ്ത്രീയമായി വിശകലനത്തിന് വിധേയമാക്കി ഫിലിപ്പീൻസിലെ സ്പെഷ്യലൈസ്ഡ് ടീം നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തെ സംഘം വീണ്ടും എത്തിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിമാനം തകർന്നതാണോ എന്ന സംശയത്തിൽ കരയിലും കടലിലും തകർന്നു വീഴാനിടയുള്ള എല്ലായിടത്തും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതേസമയം സംഭവത്തിൽ ദുരൂഹത ഉയർത്തി ഫിലിപ്പിനോ പരിശീലകന്റെ ഐഡന്റിറ്റി കാർഡും മറ്റ് ബാങ്ക് കാർഡുകളും അടങ്ങിയ ബാഗ് മത്സ്യബന്ധനത്തിന് പോയവർക്ക് ലഭിച്ചിരുന്നു. ഇക്കാര്യം ഫിലിപ്പിനോ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ അബ്ദുള്ളയെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. 1 വർഷം മുമ്പ് അവർക്കൊപ്പം തന്നെ കാണാതായ അവരുടെ ഫോണുകൾ ഇപ്പോഴും സജീവമാണ് എന്നുള്ള കാര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ആശയക്കുഴപ്പത്തിലാകുന്നത്. കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം അബ്ദുള്ളയുടെ ഫോണിലേക്ക് സഹപാഠികളിൽ ഒരാൾ വിളിച്ചപ്പോൾ ഒരു സ്ത്രീ കോൾ അറ്റൻഡ് ചെയ്യുകയും അല്പനേരം സംസാരിച്ച ശേഷം കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 2 പേരുടെയും ഫോണുകളും ചില പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിൽ നിന്നുള്ള സന്ദേശത്തിനോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നു. ഇവരുടേത് എന്ന നിലയിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും വിമാനാവശിഷ്ടങ്ങളും കടലിൽ ഒഴുകി നടക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് വ്യാജമാണെന്നും മൃതദേഹങ്ങൾ അവരുടേതല്ലെന്നും വിമാനാവശിഷ്ടങ്ങൾ അവർ സഞ്ചരിച്ചിരുന്ന വിമാനത്തിൻ്റെതല്ലെന്നും അധികൃതർ കണ്ടെത്തി. കാണാതാവുന്നതിന്റെ തലേ ദിവസം അബ്ദുള്ള തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും വളരെ സന്തോഷവാനായാണ് സംസാരിച്ചതെന്നും അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞിരുന്നു. മകന് ആരുമായും ശത്രുതയില്ലായിരുന്നു. സഹപാഠികൾ എല്ലാവരുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നു. 2 മാസം കഴിഞ്ഞ് പരിശീലനം പൂർത്തിയാകുന്ന സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നതായും മാതാവ് പോലീസിനോട് വെളിപ്പെടുത്തി. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താത്തതിനാൽ തന്നെ എവിടെയോ 2 ആളും ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് കുടുംബം. സൗദിയിലെ സൽമാൻ രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ അന്വേഷണ സംഘം മനിലയിലേക്ക് തിരിച്ചെത്തുന്നത്. സൗദിയിലെ സൽമാൻ രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ അന്വേഷണ സംഘം മനിലയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഫിലിപ്പിനോ അധികൃതരുമായി ചേർന്നാണ് സംഘം അന്വേഷണം നടത്തുക. ഏതായാലും പുതിയ അന്വേഷണ സംഘത്തിന് സംഭവത്തിലെ ദുരൂഹത നീക്കാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും സുഹൃത്തുക്കളും.